ഉദ്ഘാടനം നടത്തിയതിനു ശേഷം മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗത്തിന്റെയും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ ഉദ്ഘാടന വേദിയിലെ പ്രസംഗത്തിന്റെയും പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ കേട്ടത്. മുഖ്യമന്ത്രി രാഷ്ട്രീയമായി ഈ ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങൾക്ക് എണ്ണി മറുപടി പറഞ്ഞുകൊണ്ടാണ് ഇന്ന് അവിടെ സംസാരിച്ചത്. ഈ ഭക്തി ഒരു പരിവേഷമായി അണിയുന്നവർക്ക് ചില ഗൂഢലക്ഷ്യങ്ങളുണ്ട് എന്ന് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. മാത്രവുമല്ല, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ മാറിയ ചിന്ത എന്ന് പറയുന്നത് മാറിയ കാലഘട്ടത്തിനനുസരിച്ചാണ് എന്ന കാര്യം കൂടി മുഖ്യമന്ത്രി വിശദീകരിക്കുന്നു. അങ്ങനെ എല്ലാ വിമർശനങ്ങൾക്കും മറുപടി പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ഇന്ന് അവിടെ സംസാരിച്ചത്. ശബരിമല വികസനം ചർച്ച ചെയ്ത ആഗോള അയ്യപ്പ സംഗമം പൂർത്തിയാവുകയാണ്. അതിന്റെ സമാപന സമ്മേളനത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ ഏറ്റവും വലിയ വിമർശനമായി ഉയരുന്നത് പ്രതീക്ഷിച്ച പങ്കാളിത്തം ഈ സംഗമത്തിന് ഉണ്ടായില്ല എന്നതാണ്. ഏറ്റവും പ്രസക്തമായ കാര്യമായി ഇനി അങ്ങോട്ട് ചർച്ചയാകാൻ പോകുന്നതും ഇതുതന്നെ ആയിരിക്കും. ഏതാണ്ട് 5000-ഓളം പേർ ഈ സംഗമത്തിനെത്താനായി രജിസ്റ്റർ ചെയ്തിരുന്നു. പക്ഷേ ചർച്ചകളിൽ പങ്കെടുത്തത് 650 പേർ മാത്രമാണ് എന്ന് ദേവസ്വം മന്ത്രി തന്നെ ഇപ്പോൾ സ്ഥിരീകരിക്കുകയാണ്. പമ്പാതീരത്ത് മനോഹരമായ ഈ പന്തലിൽ കേന്ദ്രീകരിച്ച് ഇന്ന് രാവിലെ മുതൽ നടന്നു വന്ന സംഗമം ഏതാണ്ട് 4000-ൽ പരം ആളുകൾ ഈ സംഗമത്തിൽ എത്തിച്ചേർന്നു എന്നുള്ളതാണ് പ്രാഥമിക കണക്ക്. നമ്മളിതിൻ്റെ ചർച്ചകൾ 3 സെക്ഷനുകളിലായിട്ടാണ് നടന്നത്. അതിൽ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ അത് നയിച്ചവരും അത് ശ്രദ്ധിച്ചവരും എന്താണ് അതിൻ്റെ ഉള്ളടക്കമെന്ന് ഇവിടെ പ്രസൻറ്റ് ചെയ്യുണ്ടായി. ഏതാണ്ട് 658 പേരാണ് അതിൽ പങ്കെടുത്തിരുന്നത്. രണ്ടാമത് പ്രധാനമായും സ്പിരിച്വൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് ആ ചടങ്ങിൽ പങ്കെടുത്തിരുന്ന TK നായർ തന്നെ ആ വിഷയം ഇവിടെ അവതരിപ്പിച്ചു. അതിൻ്റെ ഉള്ളടക്കത്തിൽ ഏതാണ്ട് 211 പേരാണ് പങ്കെടുത്തിരുന്നത് എന്ന കാര്യം സൂചിപ്പിക്കട്ടെ. അതോടൊപ്പം തന്നെ സൂചിപ്പിക്കപ്പെട്ട ക്രൗഡ് മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ 326 പേരാണ് പങ്കെടുത്തത് എന്നാണ് ഇവിടെ സൂചിപ്പിക്കപ്പെട്ടത്. അതോടൊപ്പം മറ്റാളുകൾ ഇതുമായി ശ്രദ്ധാപൂർവം ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഈ സംഗമത്തിൽ ഉണ്ടാകുകയും ചെയ്തിരുന്നു. അങ്ങനെ പൊതുവിൽ നമ്മളെന്താണോ ഈ സംഘവുമായി ലക്ഷ്യം വെച്ചത് ആ ലക്ഷ്യം അർത്ഥപൂർണമാകുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നു എന്നുള്ളതാണ് പൊതുവിൽ ഈ സംഗമത്തിൻ്റെ കൺക്ലൂഡിങ് സെക്ഷനിൽ നിങ്ങളോടായി സൂചിപ്പിക്കാൻ. ഇവിടെ ഉയർന്നു വന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ മുമ്പിൽ ബഹുമാന്യരായ അത് നയിച്ച 3 വ്യക്തിത്വങ്ങൾ അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് പ്രതിപാദിക്കുകയുണ്ടായി. അതിലൊന്ന് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടതാണ്. ആ മാസ്റ്റർ പ്ലാൻ ഇത്രത്തേറെ ആഴ്ന്നിറങ്ങി അതിൽ ഏതാണ്ട് 3 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നതും നമ്മുടെ ശബരിമലയുടെ പവിത്രത കാത്തു സൂക്ഷിച്ചും അതിൻ്റെ പാരിസ്ഥിതിക ഉള്ളടക്കം നിലനിർത്തിക്കൊണ്ടും അടിസ്ഥാനപരമായ വികസനം ഉറപ്പാക്കിയും ഭക്തന്മാരുടെ വരവിനും പോക്കിനും സൗകര്യപ്രദമായ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചും എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കേണ്ടത് എന്നത് സംബന്ധിച്ച ക്രിയാത്മക നിർദ്ദേശങ്ങളായിരുന്നു പാനൽ ഇവിടെ അവതരിപ്പിച്ചത്. ആ പാനലിനോട് പ്രതികരിച്ചുകൊണ്ട് തന്നെ ഭക്തന്മാരിൽ നിന്ന് വന്ന വിലപ്പെട്ട നിർദ്ദേശങ്ങളും നാം ശ്രദ്ധിക്കുകയും അതോടൊപ്പം തന്നെ അത് ക്രോഡീകരിക്കുകയും ചെയ്തു. ആ തത്വമസി എന്നതിൻ്റെ അർത്ഥപൂർണമായ ഉള്ളടക്കം ഞാൻ നീയാവുന്നു, ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല എന്ന സന്ദേശം ലോകത്ത് മറ്റൊരാരാധനാ കേന്ദ്രത്തിൻ്റെയും കവാടത്തിൽ ഇങ്ങനൊരാശയം ദൃശ്യമാകുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. അവിടെയാണ് ശബരിമലയുടെ പ്രാധാന്യം. ആഗോള തീർത്ഥാടന കേന്ദ്രമായി ഭാവിയിൽ മാറാൻ ആ ഒറ്റ സന്ദേശം മതി എന്ന് തന്നെയാണ് അദ്ദേഹം ഇവിടെ സമർത്ഥിച്ചത്. അതിന് അദ്ദേഹം വ്യത്യസ്തമായ വിശ്വാസങ്ങളുള്ള മതാധിഷ്ഠിത രൂപത്തിലുള്ള ആത്മീയ കേന്ദ്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് വേണമെങ്കിൽ ആലോചിച്ചുകൂടെ എന്ന നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരികയുണ്ടായി. ഇപ്പോൾ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന ഭക്തജനങ്ങളോട് നിങ്ങളുടെ ജാതി ഏതാണ്, നിങ്ങളുടെ മതം ഏതാണ് എന്നാരും ചോദിക്കാറില്ല. അവിടെ നിങ്ങൾ ഷർട്ട് ധരിച്ചാണോ വരുന്നത്, ഷർട്ട് ധരിക്കാതെയാണോ വരുന്നത്, ആരും ചോദിക്കാറില്ല. ഇത്തരത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാനും ഭക്തനും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ അവിടെ കുടികൊള്ളുന്നത് ധർമ്മശാസ്ത്ര അല്ലെങ്കിൽ അയ്യപ്പനാണെങ്കിൽ വരുന്നവരും അയ്യപ്പനാണ്. ഇങ്ങനെയുള്ള ഒരു തീർത്ഥാടന കേന്ദ്രം ലോകത്ത് എവിടെ നിൽക്കുന്നു? ആ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് അർത്ഥപൂർണമായി നമുക്ക് ഇതാ മതസൗഹാർദ്ദത്തിൻ്റെ കേളി രംഗമായി ലോകത്ത് എല്ലാവർക്കും ശ്രദ്ധിക്കപ്പെടാൻ കഴിയുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി ഒരു വിശ്വമാനവയുടെ ഏറ്റവും വലിയ സമുന്നയ സമ്മേളനം എന്ന രൂപത്തിലേക്ക് ഈ തീർത്ഥാടന കാലഘട്ടത്തെ മാറ്റിയെടുക്കാൻ കഴിയുന്ന ഈ സംഘത്തെ
ആ രൂപത്തിൽ വിപുലവും വിശാലവുമായ അർത്ഥത്തിൽ എടുക്കണമെന്ന നിർദ്ദേശമാണ് ബഹുമാനായ ടി കെ നായരുടെ ഭാഗത്തുനിന്ന് മുന്നോട്ട് വന്നത്. എന്തായാലും മന്ത്രി ഇപ്പോൾ സമാപന സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടത്. ഇത് എന്താണോ ഈ ആഗോള അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിച്ചത് അത് അർത്ഥവത്തായി ആ നിലയിലാണ് സംഗമം പൂർത്തിയാക്കാൻ കഴിഞ്ഞത് എന്നാണ് മന്ത്രി പറയുന്നത്. നമുക്കറിയാം 5000-ഓളം പേർ ഈ ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി രജിസ്റ്റർ ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. മന്ത്രി തന്നെ ഇപ്പോൾ പറയുന്നത് അനുസരിച്ച് 4500-ഓളം പേരുടെ പങ്കാളിത്തം ഉറപ്പാക്കാനായി എന്ന് പറയുന്നു. അപ്പോൾ 3 സെക്ഷനുകളായിട്ടാണ് അവിടെ പ്രധാനമായും ചർച്ചകൾ നടന്നത്. അത് മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിൽ 650 പേർ, മറ്റ് 2 സെഷനുകളിലായി 218, 326 പേരും പങ്കെടുത്തു എന്നാണ് മന്ത്രി പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രധാനമായും ഈ സംഗമത്തിൽ ഉണ്ടായിട്ടുള്ള ഈ 3 പാനൽ ചർച്ചകൾ അവിടെ നടന്ന 3 സെഷനുകളായി നടന്ന ചർച്ചകളിൽ ആകെ 1194 പേരുടെ പങ്കാളിത്തമാണ് ഉറപ്പാക്കാനായിട്ടുള്ളത് എന്ന് വരുന്നു. പക്ഷേ അത് എന്താണോ ഉദ്ദേശിച്ചത് അവിടേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞു എന്ന് മന്ത്രി പറയുമ്പോൾ തന്നെ ഈ 3 സെക്ഷനുകളിൽ നടന്ന ചർച്ചകൾ അവിടെ ആളുകളുടെ പങ്കാളിത്തം വളരെ കുറവായിരുന്നു എന്ന തരത്തിൽ മാധ്യമങ്ങൾ ആ ദൃശ്യങ്ങളൊക്കെ മാധ്യമങ്ങളിൽ വന്നതാണ്. അതുകൊണ്ട് തന്നെ അതൊരു വലിയ വിമർശനമായി തന്നെ നിൽക്കുന്ന ഘട്ടത്തിലാണ് മന്ത്രി തന്നെ ഈ കണക്കുകൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും വലിയ ചർച്ച ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും അത് ഏറ്റവും പോസിറ്റീവായാണ് മന്ത്രി ഇപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. നമുക്ക് വളരെ രാഷ്ട്രീയമായി പ്രധാനപ്പെട്ട ഒരു വിഷയം കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമം. ആ രീതിയിലുള്ള വാക്കുകൾ കൊണ്ടുള്ള ഏറ്റുമുട്ടലൊക്കെ ഇപ്പോൾ തുടരുന്നു, വരും ദിവസങ്ങളിലും ഉണ്ടാകും എന്നെന്തായാലും വ്യക്തമായിരിക്കുന്നു. ഇതിന്റെ ഒരു രാഷ്ട്രീയ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ആഗോള അയ്യപ്പ സംഗമ വേദിയിൽ ഇന്നലെ മുതൽ ഞങ്ങളുടെ ന്യൂസ് 18 സീനിയർ എഡിറ്റർ മഞ്ജുഷ് ഗോപാൽ, ഇതിന്റെ ലൈവ് റിപ്പോർട്ടിംഗ് നിയന്ത്രിച്ചിരുന്നത് മഞ്ജുഷ് ഗോപാലാണ്. ഒപ്പം തന്നെ ഞങ്ങളുടെ അസോസിയേറ്റ് എഡിറ്റർ രഞ്ജിത്ത് രാമചന്ദ്രനും അവിടെ ഇന്നലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു. ഈ സംഗമത്തെ ഇരുവരും വിലയിരുത്തുകയാണ്. ഇത് മന്ത്രി ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ അതിന്റെ ലക്ഷ്യം കൈവരിച്ചോ അതോ പരാജയമാണോ? പ്രതിപക്ഷം കപടഭക്തിയാണ് മുഖ്യമന്ത്രി ഉൾപ്പെടെ കാട്ടുന്നത് എന്ന് പറയുന്നു. വലിയ വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നു. അപ്പോൾ എന്താണ് ഇതിന്റെ ആകെ തുക എന്ന് വിലയിരുത്തുന്നു ഇരുവരും. അവരിലേക്ക്. വിവാദങ്ങളിലൂടെ ശ്രദ്ധ നേടിയതാണ് പമ്പയിൽ നടന്ന അയ്യപ്പ സംഗമം. തുടക്കം മുതൽ തന്നെ കണ്ടതാണ് സർക്കാരും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ചേർന്ന് ഇങ്ങനെയൊരു അയ്യപ്പ സംഗമം, അയ്യപ്പ വിശ്വാസികൾക്ക് വേണ്ടി ശബരിമലയിൽ എത്തുന്ന അയ്യപ്പന്മാരുടെ സൗകര്യങ്ങൾ കൂട്ടുന്നതിന് വേണ്ടി ഒരു അയ്യപ്പ സംഗമം നടത്തണമെന്നൊക്കെ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ വിവാദമായിരുന്നു. കാരണം ശബരിമലയെ തകർക്കുവാൻ ശ്രമിക്കുന്നതാണ് സർക്കാർ, അതുകൊണ്ട് സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രതിബദ്ധതയില്ല, അത് സത്യസന്ധതയില്ല എന്നൊക്കെ അന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ അയ്യപ്പ സംഗമം അവസാനിക്കുമ്പോൾ സർക്കാരിന് അവകാശപ്പെടാം അന്ന് എതിർപ്പ് പ്രകടിപ്പിച്ചവർ പോലും ഇന്ന് ഞങ്ങളുടെ ഭാഗമായി എന്നൊക്കെ. ഇന്ന് തുടക്കം മുതൽ തന്നെ ഇന്ന് അയ്യപ്പ സംഗമം ഒരു ഉദ്ഘാടനത്തോടു കൂടിയാണ് തുടങ്ങിയത്. അതിലാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുത്തത്. അതിൽ തന്നെ മുഖ്യമന്ത്രി വളരെ ആത്മവിശ്വാസത്തോടു കൂടിയുള്ള വാക്കുകളായിരുന്നു അദ്ദേഹത്തിന്റേത്. കാരണം അയ്യപ്പന്മാർക്കൊപ്പമാണ്, മറിച്ച് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്ക് ശബരിമലയുടെ പുരോഗതിയോ അല്ലെങ്കിൽ അയ്യപ്പന്മാരുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിൽ ആഗ്രഹമില്ലാത്തവർ. അതായത് ഈ ഭഗവത്ഗീതയിലെ ശ്ലോകമൊക്കെ ചൊല്ലിക്കൊണ്ട് ആഗോള അയ്യപ്പ സംഗമത്തിൽ ലക്ഷ്യം എന്താണെന്നും സർക്കാർ വിശ്വാസികൾക്കൊപ്പമാണെന്നും വരുത്തി തീർക്കാനുള്ള ശ്രമം മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നത് വളരെ കൃത്യമായ കാര്യമാണ്. അത്തരത്തിലുള്ള ദേവസ്വം ബോർഡ് പലതവണ ശരണം വിളിച്ചുകൊണ്ടാണ് പ്രസംഗം അവസാനിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്വാഗത പ്രസംഗം നടത്തിയപ്പോഴും സ്വാമിയെ ശരണമയ്യപ്പ എന്ന് വിളിച്ചുകൊണ്ടാണ്. അപ്പോൾ അതായത് എങ്ങനെയെങ്കിലും ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുത്താനുള്ള എല്ലാ ശ്രമങ്ങളും നമുക്കറിയാം. പിണറായി വിജയനൊക്കെ ആരായിരുന്നു വിശ്വാസികളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്കറിയാം. ശബരിമല പ്രക്ഷോഭ കാലഘട്ടമൊക്കെ ഓർമ്മയുണ്ട്. ശബരിമല സ്ത്രീ പ്രവേശനമൊക്കെ വലിയ വിവാദമായ സംഭവമൊക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഇപ്പോൾ മുഖ്യമന്ത്രി വിശ്വാസികൾക്കൊപ്പം എന്ന് ബോധ്യപ്പെടുത്താനുള്ള അശ്രാന്തമായ പരിശ്രമം ഇന്ന് ഈ ആഗോള അയ്യപ്പ സംഗമവേദിയിൽ ഉണ്ടാക്കിയ സമയത്ത് മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. കാരണം ആരും അതിൽ സംസാരിച്ച ആരും മുൻപ് 6 വർഷം മുൻപ് ശബരിമലയിൽ സംഭവിച്ച കാര്യങ്ങൾ, യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് സംഭവിച്ച കാര്യങ്ങൾ, അത് ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. ഓരോരുത്തരുടെയും പ്രസംഗം എടുത്തു നോക്കിയാൽ അറിയാം. ആരും ആ ഒരു വിഷയത്തിലേക്ക് കടന്നില്ല. ചിലപ്പോൾ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ സംസാരിച്ചപ്പോൾ വിവാദങ്ങളുടെ കേന്ദ്രമാക്കി ശബരിമലയെ മാറ്റരുത് എന്ന് പറഞ്ഞു. ഇപ്പോൾ പുന്നല ശ്രീകുമാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഈ വിവാദങ്ങളിലൂടെയാണ് ശബരിമല അയ്യപ്പ സംഗമത്തിന് ഇത്രയും പ്രാധാന്യം കൈവന്നത് എന്ന് പറഞ്ഞു. അതല്ലാതെ മറ്റാരും ആ ഒരു വിഷയത്തിലേക്ക് പോകുവാനോ അല്ലെങ്കിൽ അതൊന്ന് എന്തെങ്കിലും അത് പറഞ്ഞത് വഷളാക്കുക. അതായത് ഈ ബിജെപിയും സംഘപരിവാർ സംഘടനകളും കോൺഗ്രസും ഒക്കെ ഉയർത്തുന്ന പ്രധാന വിഷയങ്ങൾ ഈ അയ്യപ്പ സംഗമം നടത്തുന്ന സാഹചര്യത്തിൽ ഈ പഴയ കേസുകൾ പിൻവലിക്കുമോ അല്ലെങ്കിൽ ഈ സത്യവാങ്മൂലവുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലെ പ്രശ്നം പരിഹരിക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾക്കൊന്നും ഒരു മറുപടിയോ അതൊരു പരാമർശമോ അയ്യപ്പ സംഗമത്തിൽ ഉണ്ടായില്ല. അല്ലെ? അത് മാത്രമല്ല, ഈ അയ്യപ്പ സംഗമത്തിന് ശേഷം സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്താൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള വലിയൊരു പ്രചാരണം ഉണ്ടായിരുന്നു. പക്ഷെ അത് ന്യൂനപക്ഷ സംഗമമല്ല. അതും സർക്കാരിനെ ഈ രീതിയിൽ വിവാദത്തിലാക്കുവാനും കുഴപ്പിക്കുവാനും വേണ്ടിയുള്ള
ദുർപ്രചാരണങ്ങൾ എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി അതായത് സംസാരിച്ചത്. ന്യൂനപക്ഷ വകുപ്പ് ഒരു സെമിനാർ സംഘടിപ്പിക്കുന്നുണ്ട്. 33 സെമിനാറുകളുടെ കൂട്ടത്തിലുള്ള ഒരു സെമിനാറാണ്. ആ സെമിനാറിനെ ന്യൂനപക്ഷ സംഗമമായി മാത്രം വ്യാഖ്യാനിക്കുന്നുള്ള പരാതി മുഖ്യമന്ത്രി പറഞ്ഞു. ഒപ്പമാണ് ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി വിശ്വാസികളോട് ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ള പ്രസംഗം മുഖ്യമന്ത്രി ഇരിക്കുന്നു. ആദ്യമായിട്ടായിരിക്കും ഒരുപക്ഷെ അല്ലേ പിണറായി വിജയൻ ഒരു ഭഗവത്ഗീതയുടെ ശ്ലോകമൊക്കെ എടുത്ത് ചൊല്ലി തത്വമസി എന്നതിനെയൊക്കെ വിശദീകരിച്ച് വളരെ കുറച്ചു ആളുകൾ മാത്രമേ സംസാരിച്ചുള്ളൂ. അവരെല്ലാവരും ഈ ശബരിമലയുടെ പുരോഗതി, ശബരിമലയുടെ വികസനം, അത് മാത്രമാണ് ലക്ഷ്യം എന്നതിൽ ഊന്നിയുള്ള സംസാരമായിരുന്നു. അതിനുശേഷം 3 സെഷനുകളായിട്ട് ചർച്ചകൾ നടന്നു. പക്ഷെ അതിലൊക്കെ ഈ ചർച്ചയിൽ മീഡിയയ്ക്ക് പ്രവേശനം ഉണ്ടായില്ല. പക്ഷെ ചർച്ചയിൽ പങ്കെടുത്ത് തിരികെ വന്ന അയ്യപ്പന്മാർ തന്നെ പറയുന്നു, അതിൽ പങ്കെടുത്ത യഥാർത്ഥ അയ്യപ്പ വിശ്വാസികൾ പറയുന്നത് പലതവണയായിട്ട് ഉന്നയിച്ച കാര്യങ്ങൾ തന്നെയാണ്. നേരത്തെ വന്ന കാര്യങ്ങളൊക്കെയാണ് അല്ലെ, നേരത്തെ മാസ്റ്റർ പ്ലാനുമായി ഒരുപാട് തവണ ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ ഞങ്ങളുടെ അടിസ്ഥാനമായ ആവശ്യങ്ങളിൽ ഇപ്പോൾ പമ്പയിലെയും സന്നിധാനത്തെയും ഒക്കെ സൗകര്യങ്ങൾ കൂട്ടണം, പിന്നെ സുഖദർശനം സാധ്യമാകണം, വന്ന് മടങ്ങേണ്ടി വരരുത്, അതായത് ആർക്കും ദർശനം കിട്ടാതെ മടങ്ങേണ്ടി വരരുത്. അത് മുൻപൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുണ്ടാകരുത് എന്നത് മാത്രമാണ്. അപ്പൊ അതിലൂന്നി സർക്കാർ എന്ത് ചെയ്യാൻ പോകുന്നു എന്നതിന് കുറേയേറെ പദ്ധതികൾ മുന്നോട്ട് വയ്ക്കുന്നു എന്നല്ലാതെ ഒന്നും കാണുന്നില്ല എന്നുള്ള മറുപടിയാണ്. നേരത്തെ വിവിധ ഘട്ടങ്ങളിൽ ചർച്ചയ്ക്ക് വന്ന പലവിധങ്ങളായ പദ്ധതികൾ അതിനപ്പുറം പുതിയ എന്തെങ്കിലും ഒരു ആശയം ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അത് ഭക്തർക്ക് മുമ്പിൽ എത്തിക്കാനോ അത് പ്രാവർത്തികമാകുന്ന രീതിയിൽ ആലോചിക്കാനോ ഒന്നും ഈ ഉണ്ടായിട്ടില്ല. ഈ സെമിനാറുകളിലൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ഒപ്പം ഈ പറഞ്ഞതുപോലെ ശബരിമല മാസ്റ്റർ പ്ലാൻ എന്നതിന്റെ ഏത് രീതിയിൽ അത് നടപ്പാക്കണം, അതിന്റെ ധനസമാഹരണം എങ്ങനെ, അന്ന കാര്യത്തിലൊക്കെ ഫലപ്രദമായ ഒരു ചർച്ചയൊക്കെ പ്രതീക്ഷിച്ചിരുന്നു എന്നാണ് പ്രതിനിധികൾ പറയുന്നത്. പക്ഷെ അങ്ങനെ ഡീപ്പായുള്ളൊരു ചർച്ചയും ഉണ്ടായില്ല. മാത്രമല്ല അവർ ചോദിക്കാൻ ഉദ്ദേശിച്ച കുറെ കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ചോദിക്കുവാനായിട്ട് കൃത്യമായിട്ട് അവസരം കിട്ടിയിട്ടില്ല എന്നും അയ്യപ്പന്മാർ അവർ പറഞ്ഞത് വേദിയിൽ തന്നെ ഇരുന്ന ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു, അവർക്ക് പ്രസംഗിക്കാൻ സമയം ലഭിച്ചില്ല. ഓരോ വിഷയമെടുത്ത് ചർച്ച ചെയ്യുമ്പോൾ വേദിയിൽ ഇരുന്നവർ തന്നെ സംസാരിച്ച് തീരുമ്പോഴേക്കും പിന്നെ സംശയങ്ങൾ ചോദിക്കാൻ പറ്റിയില്ല. അത് കേരളത്തിൽ നിന്ന് വന്ന അയ്യപ്പന്മാരെക്കാൾ കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്ര തെലങ്കാനയിൽ നിന്നും വന്ന അയ്യപ്പന്മാർക്കാണ്. അവരുടെ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു, കാരണം അവർ അത്രയും ദൂരത്ത് നിന്ന് വന്നവരാണ്, പലതവണ മല ചവിട്ടിയിട്ടുള്ളവരാണ്. അപ്പോൾ ആ സമയത്ത് അവർ നേരിട്ടുള്ള പല വിഷയങ്ങളുമുണ്ട്. അത് ചില 20-25 വർഷങ്ങൾ സ്ഥിരമായിട്ട് മല ചവിട്ടിയ അയ്യപ്പന്മാർ പോലും ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കായിരുന്നു കൂടുതൽ വിഷയങ്ങൾ. പക്ഷെ അതിലേക്ക് അത്രമാത്രം കടക്കുവാനായിട്ടൊന്നും ഈ ചർച്ച കൊണ്ട് ഗുണകരമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം അയ്യപ്പന്മാർ അങ്ങനെ ഫീഡ്ബാക്ക് ആണ്.